ചങ്ങനാശ്ശേരിയിൽ മുസ്ലിം പള്ളിയുടെയും മദ്രസയുടെയും പേര് പറഞ്ഞ് പിരിവ് നടത്തിയ അഭിഭാഷകൻ ലക്ഷങ്ങൾ തട്ടിയെടുത്തതായി പരാതി. ചങ്ങനാശ്ശേരി ബാറിലെ അഭിഭാഷകനായ സക്കീർ ഹുസൈനെതിരെയാണ് കോട്ടമുറി സ്വദേശികളായ 28 കുടുംബങ്ങൾ കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. കോട്ടമുറിയിൽ നമസ്കാരപ്പള്ളിയും കുട്ടികൾക്ക് മതപഠനത്തിനായി മദ്രസയും പണിയാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് പണം തട്ടിയതെന്നാണ് ആരോപണം. നിർധനരായ 28 കുടുംബങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വിവിധയിടങ്ങളിൽ പണപ്പിരിവ് നടത്തിയാണ് സക്കീർ ഹുസൈൻ തട്ടിപ്പ് നടത്തിയത്. മുസ്ലിം എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിൽ ട്രസ്റ്റ് രൂപീകരിച്ചായിരുന്നു തട്ടിപ്പ്. സ്ത്രീകളടക്കമുള്ളവർ വിവിധയിടങ്ങളിൽ പണപ്പിരിവ് നടത്തി. 1,40,00,000 രൂപ വരെ പിരിച്ചതായാണ് തട്ടിപ്പിനിരയായവരുടെ ആരോപണം. ക്രമക്കേടുകൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ പണം തിരികെ ആവശ്യപ്പെട്ടു. എന്നാൽ 25 ലക്ഷം രൂപ വരെ മാത്രമേ ലഭിച്ചിട്ടുള്ളൂവെന്നും ചിലവായ 8 ലക്ഷത്തിന്റെ ബാക്കി 17 ലക്ഷം രൂപ അടുത്ത ദിവസം കനാഞ്ചിയെ ഏൽപ്പിക്കാമെന്നും ഇയാൾ പറഞ്ഞു. എന്നാൽ പിന്നീട് ഇയാൾ മുങ്ങുകയായിരുന്നു. പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ സക്കീർ ഹുസൈൻ ഗുണ്ടകളെ വിട്ട് ഭീഷണിപ്പെടുത്തുകയാണെന്നും തട്ടിപ്പിനിരയായവർ പറഞ്ഞു. കോഴിക്കോട് മുതൽ തിരുവനന്തപുരം വരെയും അതുപോലെ തന്നെ ആലപ്പുഴ മുതൽ നെടുങ്കണ്ടം വരെ ഇതുപോലുള്ള ഭാഗങ്ങൾ മുഴുവൻ, കേരളം മുഴുവൻ ഇദ്ദേഹം ഈ പൈസയ്ക്ക് വേണ്ടിയിട്ട് കവർ ചെയ്തതാണ്. മുഴുവൻ പൈസ ഇദ്ദേഹം കൈവച്ചിരിക്കുകയാണ്. ഞങ്ങളെ പൈസ ഒന്നും ഏൽപ്പിച്ചിട്ടില്ല. ഇന്നേ നാഴിക വരെ ഞങ്ങളോട് ഇദ്ദേഹം എത്ര പൈസ കിട്ടിയെന്ന് യാതൊരു കണക്കുകളും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. മുൻപ് ഇസ്ലാമിക ചാനൽ തുടങ്ങാനെന്ന പേരിൽ ബ്രോഷറുകൾ ഇറക്കി വിദേശ രാജ്യങ്ങളിൽ നടക്കം കോടികൾ ഇയാൾ തട്ടിയെടുത്തതായും ഇവർ ആരോപിക്കുന്നു. അതേസമയം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് സക്കീർ ഹുസൈൻ പറഞ്ഞു. ട്രസ്റ്റിന് പണം നൽകിയവർക്ക് തിരികെ പണം നൽകാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞതായും ഇയാൾ വ്യക്തമാക്കി. റിപ്പോർട്ടർ, കോട്ടയം.